മാണ്ഡവ്യ പ്ലാന്റിന് പൊതുവെ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും മഴക്കാലത്ത് ഇതിന് പെസ്റ്റിൻ്റെ അറ്റാക്ക് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റ് ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ കണ്ട സാധനമാണിത്. ഇതാണ് മീലി ബഗ്സ്. ഇത് നമ്മൾ അടുത്ത് നോക്കിയാൽ മനസ്സിലാവും. മൂട്ടയുടെ ആകൃതിയിൽ ഇതിന് മീലി മൂട്ട എന്നും പറയും. തുടക്കത്തിലേ നമ്മളിത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് പ്ലാന്റ് മുഴുവൻ അഫക്റ്റായിട്ട് പ്ലാന്റ് നശിച്ചു പോകും. ഉണങ്ങി ഇലകളൊക്കെ പൊഴിഞ്ഞ് നശിച്ചു പോകും. കഴിഞ്ഞ മഴക്കാലത്ത് എൻ്റെ ഈ റെഡ് മാണ്ഡവ്യയുടെ മദർ പ്ലാന്റ് അങ്ങനെ നശിച്ചു പോയി. ഞാൻ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ടാണ് പറ്റിയത്. ഇത് നമുക്ക് അത്ര പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കില്ല ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇലകളുടെ അടിയിലും പിന്നെ തണ്ടുകളിലും പിന്നെ ബ്രാഞ്ചസ് ഉണ്ടാകുന്ന സ്ഥലത്തും ഇങ്ങനെയുള്ള ഇടത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അവസാനം ഇതെല്ലാം മുഴുവൻ അഫക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പ്ലാന്റ് ഹെൽത്ത് ഇല്ലാതെ വാടിയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയത്ത് ഈ പെസ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടാകാറില്ല. നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പ്ലാന്റ് മുഴുവൻ നനയുന്ന രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്ലാന്റ് നല്ല ക്ലീൻ ആയിരിക്കും. അങ്ങനെയുള്ള പ്ലാന്റിൽ ഇത് അഫക്റ്റ് ആകത്തില്ല. അതുപോലെ നീമോയിൽ എമൾഷൻ ഒരു 10-15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇതിൻ്റെ പെസ്റ്റിനെ അറ്റാക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ചെടിയിൽ ഈ പെസ്റ്റ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റു ചെടികളുടെ അടുത്തുനിന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ മറ്റു ചെടികളിൽ കൂടെ ഇത് പടർന്നു പിടിക്കും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. മീലി ബഗ്സ് നമ്മുടെ പ്ലാന്റിൽ അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഇല്ലാതാക്കാനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നീമോയിൽ എമൾഷൻ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പ്ലാന്റ് ഫുള്ള് ഇലകൾക്കടിയിലും തണ്ടുകൾക്കടിയിലും എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കണം. എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പടർന്നു പിടിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം കൊണ്ട് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറത്തില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു 3-4 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. വെള്ളം നല്ല ശക്തിയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് പ്ലാന്റ് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിലും ഈ മീലി ബഗ്സ് ഇല്ലാതാകും.